നിഷാദെ, അതെ, അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിലേക്ക് വരട്ടെ. അപ്പൊ അത്തരത്തിലുള്ള പിണറായി വിജയനെ ഈ മതപുരോഹിതന്മാർ ആരും കണ്ടപ്പോൾ ഞങ്ങൾ ആരും ഒരു ആക്ഷേപിച്ചില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ശരി അത് വിമർശിക്കപ്പെടേണ്ടതുണ്ടോ? നമുക്ക് വിമർശിക്കാം. നമുക്ക് വിമർശിക്കുമ്പോൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടാണോ വിമർശിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ സജി ചെറിയാൻ ഉപയോഗിച്ച വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ ആ ഒരു വികാരത്തോടു കൂടിയാണോ നവകേരള സദസ്സിൽ പങ്കെടുത്ത മതപുരോഹിതന്മാരെ കണ്ടത്? ആണോ? അപ്പൊ ഇവരുടെ മനസ്സിനകത്ത് ഇതാണ്. ഇവരുടെ മനസ്സിനകത്ത് BJPയുടെ പോലെ നികൃഷ്ടമായ രാഷ്ട്രീയമാണെന്ന് ഇത്തരത്തിലുള്ള വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇനി ഇതിനെതിരെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കെതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളവരല്ലേ ഈ പുരോഹിതർ? പല ആൾക്ക് ഞാൻ ചോദിക്കട്ടെ, പീറ്റർ മച്ചാഡോ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ബിഷപ്പല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഈ ചർച്ചിന്റെ ആക്രമണത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്, ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ആ വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ചയ്ക്കിരിക്കുകയും അതിനുള്ള പ്രതിരോധവും തീർക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപ പ്രസ്താവന നടത്തുന്നത് ആ സ്ഥാനത്തിന് പദവിക്ക് ഉത്തരവാദിത്വമില്ലാത്ത ഒരു സമീപനവും വിമർശനത്തിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ബിനോയ് വിശ്വം പറയുന്നു, അല്ലെങ്കിൽ CPM, അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ പിണറായി വിജയനും പറയാൻ ശ്രമിക്കുന്ന കാര്യം ക്രിസ്ത്യാനികളെ താങ്കളിലേക്ക് തന്നെയാണ്, ക്രിസ്ത്യാനികളെ വംശീയമായി തകർക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് ആര്? ഈ ക്രിസ്ത്യൻ സഭയുടെ നേതൃത്വം. അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മണിപ്പൂരിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സ്വാസ്ഥ്യ ജീവിതം ഉറപ്പാക്കാൻ താങ്കളുടെ സർക്കാരിൻ്റെ പിന്തുണ വേണം എന്ന ആവശ്യം ഉന്നയിച്ചില്ല? അത് സംസാരിക്കണമായിരുന്നു. അത് സംസാരിക്കേണ്ട ഘട്ടമാണിത്. അല്ലാതെ ഒരു ഔപചാരികതയും അതിന് തടസ്സമാകാൻ പാടില്ല. അത്ര വലിയ ക്രൈസിസിലാണ് നിൽക്കുന്നതെന്ന് ബിനോയ് വിശ്വം പറയുകയാണ്. ഏതാണ്ട് ആ രൂപത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വരികയാണ്. ഓക്കെ, സജി ചെറിയാൻ്റെ പരാമർശത്തിലെ വാചകങ്ങൾ പ്രശ്നമാണ്. പക്ഷെ അത് മുന്നോട്ട് വെക്കുന്ന ഒരു മെറിറ്റ് ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? നിഷാദെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഏറ്റവും പ്രസക്തമായ ചോദ്യം, ആ നീതി തരേണ്ട കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ, പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഇവർ ചെന്നതിന് ശേഷം മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ളിടത്ത് ആ സമുദായത്തിന് നീതി ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചോ? ആവശ്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നോ? അതാണ് ചർച്ച. ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം ആയിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷെ CPMന് നിർബന്ധമുണ്ട് അത് ചർച്ച ചെയ്യപ്പെടരുത്. മറിച്ച് അതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, ലളിതവൽക്കരിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായ നിരീക്ഷണം ഉണ്ട്. അതുകൊണ്ടാണ് സജി ചെറിയാൻ അതിനെ വിവാദമാക്കേണ്ട രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. RSSനെതിരെയുള്ള പോരാട്ടത്തെ, ഇനി ഇവര് പോയത് RSSന്റെ കാര്യാലയത്തിലല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടുത്താണ്. വെറുതെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ചോദ്യം അല്ല, അത് സംഭവിച്ചു, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്ന ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയല്ല, അത് കപട സ്നേഹമാണ് എന്ന് പറയാൻ VD സതീശൻ തയ്യാറാവാത്ത എന്തുകൊണ്ടാണ് ചോദിക്കാൻ. കാരണം എന്താണ്? എല്ലാ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെയും സെലിബ്രേഷൻ ഡേയ്സിൽ അവരെല്ലാം പ്രധാനമന്ത്രി വിളിക്കുന്നില്ല. നോക്കൂ, കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വീടുകളിൽ സ്നേഹ സന്ദേശ യാത്ര നടത്താൻ BJP തയ്യാറെടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പിടിക്കേണ്ടതുണ്ട്, അത് നമ്മൾ പുതിയ ചില പോളിസികൾ പയറ്റേണ്ടതുണ്ട് എന്ന് അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് പറയണ്ടേ സതീശൻ? ഇതൊക്കെ ശരിയാണ്, ക്രിസ്മസ് ദിനത്തിലാണ് വിളിച്ച ദിവസം ചിലപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് പറയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഈ വിളിച്ചതുണ്ടല്ലോ അത് സതുദ്ദേശമല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയണ്ടേ? നിഷാ, അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനും ഇപ്പൊ ഇവിടെ നിന്ന് പറയുന്നത്, VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് തന്നെയാണ്. അവിടെ നടക്കുന്ന ഈ 600 മേലെയുള്ള പള്ളികൾക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണം, ക്രിസ്ത്യൻ ആൾക്കാർക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണം, അത് സംബന്ധിച്ചെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷെ എന്തു പറ്റി? CPMന് നിർബന്ധമുണ്ട്. ആ മെറിറ്റിലല്ല ഇവിടെ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്, മറിച്ച് അത് മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം. അത് ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന കുറുക്കന്റെ ബുദ്ധിയോടുകൂടി RSSനെതിരെയുള്ള പോരാട്ടത്തെ അത് ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി സജി ചെറിയാൻ മനഃപൂർവ്വം നടത്തിയ പ്രസ്താവനയാണ്.